എന്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കണം. നിങ്ങളാണ് മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഞാൻ കൊടുത്തു കാണിച്ചത് 2 ദിവസം സമയം തരാം കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ജോലി അയച്ചു പോയോ? നാളെ ഒരു വീട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നമുക്കൊരു സുരക്ഷയും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ ചെറിയ ബീസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇപ്പൊ ഈ വരുന്ന പ്രോജക്ട്സിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അതർ ലാംഗ്വേജ് ഫിലിംസ് ഒക്കെ. അപ്പൊ ബീസ്റ്റിലൊന്നും വലിയ അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അവരെന്നെ കോൺഫിഡൻസ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്താണ് ബീസ്റ്റിൽ വിളിക്കുമ്പോഴോ? അതല്ല, ബീസ്റ്റ് ചെയ്തവരും അതിൽ അഭിനയിച്ചവരും മെയിൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ഒരാൾ വെച്ചാൽ എല്ലാവരും കൊല്ലുക. ഇത് എന്താ തീവ്രവാദം കണ്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ബോംബെ ആക്രമണമെങ്കിലും ഒന്നിരുത്തി കണ്ടുകൂടെ? അല്ല, അപ്പൊ അത് ചെയ്യാതിരുന്നൂടെ? എന്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കണം. നിങ്ങളാണ് മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഞാൻ കൊടുത്തു കാണിച്ചത് 2 ദിവസം സമയം തരാം കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ജോലി അയച്ചു പോയോ? നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തിന് വാർത്ത കൊടുത്താൽ അതിൽ എഡിറ്റ് ചെയ്യില്ലേ? എഡിറ്റിംഗ് ടേബിൾ ഇല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സാധനം തുടങ്ങണ്ടേ? ഞാൻ സ്വന്തമായിട്ട് സിനിമ തുടങ്ങാൻ എനിക്ക് പറ്റുമോ? ഞാൻ മണ്ണാച്ചോളം പറഞ്ഞ ചാകോചാട്ടി കണ്ണൂർ മോനാണ്, മനസ്സിലായ? ഞാൻ അങ്ങനെ സിനിമ തുടങ്ങണം. എനിക്ക് സിനിമ തുടങ്ങാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരങ്ങളോട് ഞാൻ ചെറിയ കാര്യങ്ങളും പറയും, അതൊക്കെ ചെയ്യാന്നുള്ളതുള്ളൂ. അല്ലേ? എന്ത് കൺവിക്ഷൻ? നന്നായും നല്ല പടം ആയിരിക്കുന്നുണ്ട്. ഈ പടങ്ങൾ ഓടി കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? എക്കണോമിയിൽ കാശ് വരുന്നില്ലേ? ഒരു പടം ഹിറ്റാവുന്ന സമയത്ത് പടം കാണാൻ പുറത്തിറങ്ങുന്ന ആളുകൾ വണ്ടിക്ക്, ബസ്സിന്, ഓട്ടോറിക്ഷയിൽ വരുന്നു, മനസ്സിലായ? അത് മോളിൽ ഇറങ്ങുന്നു, വേറെ കടകളിൽ പർച്ചേസ് ചെയ്യുന്നു, സിനിമയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ കഴിക്കുന്നു, തിരിച്ച് ഓട്ടോറിക്ഷ വിളിക്കുന്നു. എക്കണോമിയിലേക്ക് കാശ് വന്നാ, പണി എടുക്കുന്ന പാവങ്ങൾക്ക് കാശ് വന്നാ. അപ്പോൾ ഒരു പടം വിജയിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ മാത്രമല്ല കാശ് വരുന്നത്. ഒരു പൂരം നടക്കുമ്പോൾ, ഒരു സിനിമ ഹിറ്റാകുമ്പോൾ അതിന് ചുറ്റുപാടുള്ള സമൂഹം മൊത്തം കാശുണ്ടാവും. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടത്തിപ്പോകുന്നത്. പഞ്ചായത്തിലേക്ക് ടാക്സ്, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്കും കാശ് വരില്ല. കൊറോണയുടെ സമയത്ത് മനസ്സിലായ? അപ്പം തിയേറ്ററിൽ പടം വരുന്നു, അത് ഓടുന്നെങ്കിൽ നല്ലതാണ് എക്കണോമിക്ക്. എല്ലാ സിനിമക്കാരന് മാത്രമല്ല, അതുകൊണ്ട് എക്കണോമി പഠിച്ചിട്ടുണ്ടാവും. കാശ് എങ്ങനെയാണ് റെവല്യൂഷൻ ചെയ്ത് വരുന്നത്? നമ്മൾ മണി ഇടുമ്പോൾ മണിയെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അല്ലാതെ ഇടുന്ന മണി മുഴുവൻ പോവല്ല, കിട്ടുന്നത് മുഴുവൻ നമ്മുടെ കാശല്ല. അവരൊക്കെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതുകൊണ്ടും പ്രവൃത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കൊറോണയുടെ സമയത്ത് ബ്ലോക്കായത്. കാശുള്ളവർക്കും കാശ് വരുന്നില്ല കയ്യിലേ, കിട്ടാണ്ട് എവിടെ കുടുങ്ങി കിടക്കും. അപ്പം ഇതെല്ലാം റോൾ ചെയ്യുമ്പോഴല്ലേ കാശ് വരുള്ളൂ എക്കണോമിയിലേ. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവണം. അത് ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും എല്ലാത്തിനും അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമ്മൾ OTT മാത്രം പടർക്കി കഴിഞ്ഞാൽ അത് മോശമാണ്. പ്രൊഡ്യൂസർക്കും വിദേശ കമ്പനിക്കും മാത്രമേ ഉള്ളൂ ലാഭം. അതാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഇത് വെച്ചിട്ട്, റിസോഴ്സസ് വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നത് വേറെ ആൾക്കാർ. അത് നമ്മുടെ നാട്ടിൽ പടം ഇറങ്ങിയിട്ട് വിജയിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ നാടിന് തന്നെയാണ്, അല്ലാതെ അത് ചെയ്യുന്നവർക്കല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ചും കൂടി ഈ മതസൗഹാർദ്ദമൊക്കെ പറയുന്നതും. നമ്മുടെ നാട്ടിൽ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും നമ്മുടെ മാർക്കറ്റിലെ കച്ചവടം, ഇതെല്ലാവർക്കും വലിയ ലാഭമല്ലേ? അല്ലേ? എല്ലാവരും പൂരങ്ങളാണെങ്കിലും, ഞാൻ പറഞ്ഞാലേ ജനിച്ച് ഇവിടെ കണ്ടുകുറുമ്പുകാവ് പോകും, പൂരം, തൃക്കാവ് പൂരം, അല്ലെങ്കിൽ വള്ളിപ്പെരുന്നാൾ, ഇതൊക്കെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. കാരണം അതിൻ്റെ അടുത്ത് കട നടത്തുന്ന മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇരിക്കുന്ന മുമ്പ് തന്നെയല്ലേ പൊട്ടുക. അപ്പോൾ അത് നടക്കുമ്പോഴല്ലേ അവന് കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നാടിൻ്റെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അത് ആ പള്ളിക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി മാത്രമല്ല, അത് മതക്കാർക്ക് വേണ്ടി മാത്രമല്ല, അതൊരു നാടിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കൂടിയാണ് അവിടെ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ല യഥാർത്ഥത്തിൽ. നമ്മൾ എക്കണോമി കാശിടുമ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇട്ട കാശ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശമ്പളമായിട്ട് വരുന്നത് അത്, മനസ്സിലായ? അല്ലാതെ നമ്മൾ 10 രൂപ ഇട്ടു 2 ദിവസമായിട്ട് കാത്തിരിക്കുക, 10 രൂപ അങ്ങനെയല്ലടാ. അതായത് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക്
ശമ്പളം കിട്ടുന്നത് ഇതെല്ലാം നടക്കുന്ന കാരണ. ശമ്പളം കിട്ടാതെ എത്ര പേര് വട്ടം കുറങ്ങി ഇല്ലേ കൊറോണ സമയത്ത്? ജോലി എടുത്തവർ ജോലി കിട്ടാനുള്ള കാശ് കിട്ടാതെ ഇരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഇക്കണോമിയിൽ കാശ് വരുന്നില്ല. അപ്പോൾ ബീസ്റ്റ് എന്നുള്ളൊരു പടം ചെയ്യാൻ പോണ സമയത്ത് എനിക്ക് അതൊരു കുറ്റബോധമില്ല. അങ്ങനെയാണെങ്കിൽ അകത്ത് എല്ലാ പരിപാടിയും നിർത്തേണ്ടി വരും. എല്ലാ രാജ്യ പ്രവർത്തനങ്ങളും നിർത്തണം, സുരക്ഷാ പ്രവർത്തനങ്ങളും എല്ലാം മോശമല്ലേ? ഈ മാധ്യമങ്ങളൊക്കെ തുടങ്ങുന്നത് മറ്റൊരാളെ കരിവാരി തേക്കാനാണ്. ഇസ്രയേലിലേക്ക് പോയാൽ മതി. ഹൂ സ്റ്റാർട്ട് ദിസ്? അറിയോ? പഠിച്ചിട്ടുണ്ടോ ജേർണലിസം? എങ്ങനെയാണ് ന്യൂസ് പേപ്പേഴ്സ്, മാധ്യമങ്ങൾ തുടങ്ങുന്നത്? ഏറ്റവും പുരാതനമായിട്ട് മറ്റൊരു ആളെ വിമർശിക്കാനും കരിവാരി തേക്കാനും. അല്ലെങ്കിൽ അത് വെച്ചിട്ടല്ലേ പിന്നെ ഉണ്ടാവണത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ പട്ടാള ഭരണം നോക്കുക, അല്ലെങ്കിൽ പട്ടാളക്കാരെ നോക്കുക. ഇവരെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ആക്രമിക്കാനല്ലേ? ആക്രമിച്ച് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തു അവർക്ക് വീരചക്രം കിട്ടിയ. അപ്പുറത്തെ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ഇവർ ചെയ്യുന്നത്? അവിടുത്തെ ഒരാളെ കൊല്ലുകയാണോ? അവിടെ അങ്ങനെ പിടിക്കപ്പെട്ടവൻ രാജ്യദ്രോഹിയായ ആയോ? അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഒരാളെ കൊല്ലണ ജോലിയാണ് ചെയ്യണത്. ശരിയാണോ? ശരിക്കും നോക്കുകയാണെങ്കിൽ ആണോ? നമ്മുടെ അതിർത്തിയിലുള്ളത് നമ്മുടെ നാടിനെ കേൾക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പുറത്തെ രാജ്യക്കാർക്ക് സെയിം ഇവർ രാജ്യദ്രോഹികളാണ് ഇപ്പുറത്തെ രാജ്യസ്നേഹികളും. അപ്പോൾ ഒരു മനുഷ്യനെ അപ്പുറത്തും വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് ആരാണെങ്കിലും നല്ലതല്ലല്ലോ. അതിനെ പരിശീലിപ്പിക്കുന്നതും പോറ്റുന്നതൊന്നും നല്ലതല്ലല്ലോ. പക്ഷെ അത് ചെയ്യാതെ നിന്നിട്ട് കാര്യമുണ്ടാകും. വേണ്ട പട്ടാളക്കാരെയൊക്കെ പിൻവലിച്ചോ എന്ന് പറയാൻ പറ്റുമോ? നാളെ മുതൽ വെടിവെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നമുക്കൊരു സുരക്ഷയും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ ചെറിയ ബീസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇക്കണ്ട ആൾക്കാർ ലോകം മുഴുവൻ കൊറോണ വന്നിട്ട് കുത്തിവെപ്പിച്ചില്ലേ? അതിന് പ്രശ്നമില്ലേ നിങ്ങൾക്ക്? ആദ്യം മറ്റേ വൈറസിന് ഇറക്കിയിട്ട് അവരെന്നെ മരുന്ന് ഇറക്കുക. ചോദിക്കുന്നത് എല്ലാവരും എന്താണ് ചെയ്യണത്? അതൊന്നും പ്രശ്നമില്ല. ഞാൻ ചെറിയ ബീസ്റ്റ് ഇറക്കി പോയി അഭിനയിച്ച പ്രശ്നം. ഇനി വരാൻ പോണ ദേവരയിലെ പ്രതീക്ഷ എന്താണ്? ദേവരയിലെ പ്രതീക്ഷ എന്താ? ഓരോ പടങ്ങളും നമുക്ക് ഓരോ പുതിയ പ്രതീക്ഷകളല്ലേ. അതൊരു തെലുങ്ക് പടമാണ്. പുതിയ അത് ഫ്ലോറിനകത്താണ് ഫുൾ പടം ചെയ്യുന്നത്. നമ്മൾ ഫുൾ ഒറിജിനൽ ലൊക്കേഷൻസിലാണല്ലോ ഇവിടെ പടം ചെയ്യണത്. ഫ്ലോറിൽ ചെയ്യുമ്പോൾ കടലും ഐലൻഡും അല്ലെങ്കിൽ കപ്പലും ഒക്കെ ഫ്ലോറിൻ്റെ അകത്താണ്. അപ്പോഴാണ് ജുറാസിക് പാർക്ക്, സ്പൈഡർമാൻ പോലെയുള്ള പടങ്ങളും കിങ് കോങ്ങിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. കാക്കോട്ടും കാട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഫ്ലോറിൻ്റെ അകത്തല്ലേ നിൽക്കണത്. അതൊരു ആക്ടറാന്ന് വെച്ചാൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള പരിപാടി. ചലഞ്ചല്ല. നമ്മളിവിടെ കടലിൽ ഞങ്ങൾ അടുത്തിട്ട് ബോട്ടിൽ ചെയ്യാൻ പോയപ്പോൾ കടലിലേക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ്. ബോട്ട് എടുത്തിട്ട്. കാരണം നമ്മളിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ VFX ചെയ്യാനും വരും. അതുകൊണ്ട് വളരെ ചുരുക്കം കാശ് കൊണ്ട് പടം ചെയ്യാൻ പറ്റി. കാണുമ്പോൾ അതെല്ലാം അതും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഗ്രാഫിക്സും VFXും ഒക്കെ ചെയ്യുമ്പോൾ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മുതൽവൻ വന്ന സമയത്ത് ഭയങ്കര ഗ്രാഫിക്സ് ആയിരുന്നില്ല. ഇപ്പോൾ കണ്ട പിള്ളേർ പോലും വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് പോകാതിരിക്കാൻ എപ്പോഴും നല്ലത് റിയൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് അത് ആലോചിക്കാനേ പറ്റില്ല. ഈ NTRന് ഈ ഫ്ലോറും ഈ മതിൽക്കെട്ടും വിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണ കാര്യം ആലോചിക്കാനേ പറ്റില്ല. വിജയ്ക്ക് അത്രയും. ഇനി വല്ല ഷൂട്ട് ചെയ്യണമെങ്കിൽ വല്ല ഫോറിൻ രാജ്യത്തൊക്കെ പോകണം. ഇവരറിയാത്തത് കുടം ഒരു പാക്കറ്റ് ഒരു പെട്ടിയോ ചുമക്ക അറിയാത്ത ആൾക്കാരാണ് ഇവർ. ആരും സമ്മതിക്കില്ല എന്ന് ഇവരെ കയ്യിൽ നിന്നൊരു മൂടി തെറിച്ച് പോയി അതെടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ 20 പേരൊന്നും എടുക്കുന്നത്. ഇപ്പോൾ ഡോറ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ 20 കൈ വരും ഇവിടെ തുറക്കാൻ. പിന്നെ ഇങ്ങനെ ഒരു കുടം വെള്ളത്തിൻ്റെ വെയിറ്റ് ഇവർക്ക് അറിയാം. അപ്പം അതുകൊണ്ടല്ലേ നിസ്സാരമായിട്ട് തന്നെ തൂക്കി പിടിച്ചുകൊണ്ട് പോയത്. മനസ്സിലായോ? ബീച്ചിൽ ജസ്റ്റ് ഒരു ചെരിച്ചില്ലെങ്കിൽ ഒരാളുടെ വെയിറ്റ് എന്താണെന്ന് ഇങ്ങനെ അറിയാമോ? മല പോലും ഇങ്ങനെ കൊണ്ടുപോകും. ലോജിക്കലി അത് കറക്റ്റല്ല അവിടെ ആ ബോഡി ലാംഗ്വേജ് അല്ലേ? ട്രോളിയപ്പോൾ എല്ലാവരും എന്നെ ട്രോളണം.
നന്നെ മടക്കൊണ്ട് വരാത് എന്നെങ്ങാതെ ഒരാള് ഒന്നൊരു കുടം കൊണ്ടുപോകും അങ്ങനെ ആരെയാ കളിയാക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ ആൾക്കാർ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ പറയ വേണ്ടും.